5, 11, 23, 47, dash 191. ഇവിടെ ഓപ്ഷൻസ് കൊടുക്കുകയാണ്. 151 ഉണ്ട്, 143 ഉണ്ട്, 107 ഉണ്ട്, അതേപോലെ 95 കൊടുത്തിട്ടുണ്ട്. ഒരു ബോക്സ് വരച്ചിട്ട് അവിടെ 95 എന്ന ആൻസർ കൊടുക്കാം റെഡിങ് കൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ റെഡിങ് കൊണ്ട് ബോക്സ് വരച്ചിട്ട് നമുക്ക് 95 കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വൃത്തിയായിട്ട് ചെയ്തു വെക്കാം. 0, 1, 4, dash 16, 25 എന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുകയാണ്. 7, 6, 9 and 12. ഹോൾ നമ്പേഴ്സിന്റെ പെർഫെക്റ്റ് സ്ക്വയറുകളാണ്. 0യുടെ സ്ക്വയർ 0, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് 4ന്റെ സ്ക്വയർ ആണ് 16, 5ന്റെ സ്ക്വയർ 25. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള നമ്പർ 3 ആണ്. 3ന്റെ സ്ക്വയർ 9. അപ്പൊ ഒരു കാര്യം മക്കളോട് ഞാൻ പറയട്ടെ, ഞാൻ അതിനാണ് ഈ ചോദ്യം എടുത്തിരിക്കുന്നത്. നിർബന്ധമായിട്ടും സ്ക്വയർ നമ്പേഴ്സ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, സമചതുര സംഖ്യകൾ പഠിച്ചിരിക്കണം. അപ്പൊ 3 തരം സംഖ്യകൾ ഇന്ന് തന്നെ ഒരു ടേബിൾ ആക്കി വെക്കുക. ഞാൻ ആ ടേബിൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ, നമ്മുടെ ഗ്രൂപ്പിലൂടെ അയച്ചു തരും. അപ്പൊ ആ 3 തരം സംഖ്യകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 10 മാർക്ക് ഓക്കെയാണ്. കാരണം ഒരു സംഖ്യയാണ് ഇപ്പം ആ കുട്ടി പറഞ്ഞിരിക്കുന്ന സ്ക്വയർ നമ്പേഴ്സ്, സമചതുര സംഖ്യകൾ അല്ലെങ്കിൽ വർഗ സംഖ്യകൾ എന്ന് പറയും. മലയാളം അതാണ്, സമചതുര സംഖ്യകൾ, സ്ക്വയർ നമ്പേഴ്സ് പഠിച്ചിരിക്കണം. രണ്ടാമത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ് ക്യൂബിക് നമ്പേഴ്സ്. മലയാളത്തിൽ ഘനസംഖ്യകൾ എന്നാണ് പറയുക, ക്യൂബിക് നമ്പേഴ്സ്, ഘനസംഖ്യകൾ എന്ന് പറയും. മൂന്നാമത് പഠിച്ചിരിക്കേണ്ടത് ട്രയാങ്കുലർ നമ്പേഴ്സ്. ഇതൊക്കെ കുറേശ്ശൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കുലർ നമ്പേഴ്സ്, പിന്നെ അത് കൂട്ടത്തില് ട്രയാങ്കുലർ നമ്പേഴ്സ് കുറച്ച് മതി. പിന്നെ നമുക്ക് ആദ്യത്തെ 25 ഫസ്റ്റ് 25 പ്രൈം നമ്പേഴ്സ് കാണാതെ പഠിച്ചിരിക്കണം. ട്രയാങ്കുലർ നമ്പേഴ്സ് അത്ര ഒന്നും പഠിക്കേണ്ടതില്ല, പക്ഷെ 25 പ്രൈം നമ്പേഴ്സ് കാണാതെ പഠിക്കണം. ഇതേ വീട്ടിൽ ഇപ്പൊ വെറുതെ ഇരിക്കുന്ന സമയത്ത് സ്ക്വയർ നമ്പേഴ്സിന്റെ ടേബിൾ എഴുതുക. അപ്പോൾ ടേബിൾ എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം 1ന്റെ സ്ക്വയർ 1 ആണ്, 2 സ്ക്വയർ 4, 9, 16, 25. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുന്ന കാര്യമാണ്. ഇവിടെ നമുക്ക് 40 വരെയുള്ള സ്ക്വയർ പഠിക്കണം. 4 16 1600. അപ്പോൾ 40 വരെയുള്ള സംഖ്യയുടെ സ്ക്വയർസ് പഠിച്ചിരിക്കണം. അത് എത്ര പേർക്ക് അറിയാം? ഇനി ക്യൂബിക് നമ്പേഴ്സ്, അത് നിങ്ങൾക്ക് ടേബിൾ അയച്ചു തരാം. നിങ്ങൾക്കറിയാം ക്യൂബിക് നമ്പർ 1 ക്യൂബ് മീൻസ് 1 × 1 × 1, 1 × 1 × 1, അത് ഒന്ന് തന്നെയാണ്. 2 ക്യൂബ് 2⁻³ എന്നും പറയും. 2 × 2 × 2. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഈ സ്ക്വയർ നമ്പേഴ്സിന്റെ കാര്യം വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് പ്രകാരം ഉപകാരപ്പെടുകയും ചെയ്യും. 8 ആണ്. അപ്പൊ 3 ക്യൂബ് എത്രയാ മക്കളെ നിങ്ങൾ പറ? 3 × 3. അപ്പൊ 4 ക്യൂബോ? 4 × 4 64 ആണ്. 5 ക്യൂബ് 125. അങ്ങനെ നിങ്ങൾ 12 ക്യൂബ് വരെ പഠിച്ചാൽ മതി. 12ന്റെ ക്യൂബ് വരെ പഠിക്കും. 12 × 12 × 12. 12 × 12 × 12 1728 ആണ്. 1728. അപ്പൊ ക്യൂബിക് നമ്പേഴ്സ് പഠിക്കണം. പിന്നെ നമുക്കറിയുന്നത് ട്രയാങ്കുലർ നമ്പേഴ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് പങ്കെടുത്തവർക്ക് അറിയാം. ട്രയാങ്കുലർ നമ്പർ ഇങ്ങനെ തന്നെ ടേബിൾ എഴുതിയാൽ മതി. ഞാൻ അങ്ങനെ തന്നെ ടേബിൾ ആയിട്ട് അയച്ചുതരാം. 1 = 1,
നമ്മൾ പറഞ്ഞു ഘനസംഖ്യകൾ. റെഗുലർ നമ്പറിന്റെ മലയാളം ത്രികോണ സംഖ്യകൾ എന്നാണ്. ത്രികോണ സംഖ്യകൾ. ഇനി ആദ്യത്തെ 25 പ്രൈം നമ്പേഴ്സ് കാണാതെ പഠിക്കണം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കുറെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണെന്നും 2 കഴിഞ്ഞാൽ അടുത്തത് 3, 5, 7 എന്നിങ്ങനെയുള്ള സംഖ്യകൾ. ഈ 4 തരം സംഖ്യകള് ഏതൊക്കെയാണെന്ന് അശ്വതി ഒന്ന് പറഞ്ഞു കൊടുക്കും. കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ ഓക്കെ സർ. ആദ്യത്തേത് സ്ക്വയർ നമ്പേഴ്സ്. സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പറാണ് സ്ക്വയർ നമ്പർ. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1ന്റെ സ്ക്വയർ 1 × 1 1, 2ന്റെ സ്ക്വയർ 2 × 2 4. അപ്പൊ അങ്ങനെ 1, 4, 9, 16, 25 എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. ഇനി അടുത്തതാണ് ക്യൂബിക് നമ്പർ. ക്യൂബിക് നമ്പർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ നമ്പർ ഉണ്ടല്ലോ, അതിന്റെ കൂടെ അതേ നമ്പർ തന്നെ ഒരു വട്ടം കൂടെ ഗുണിക്കുകയാണ്. അതായത് ഇപ്പൊ 1 നമ്മൾ 1 എടുക്കുമ്പോൾ അതിനെ 3 തവണ ഗുണിക്കുക. 1 × 1 × 1 അപ്പൊ 1. അപ്പൊ 2 എടുക്കുവാണെങ്കിൽ 2 × 2 × 2 8. അങ്ങനെ നമ്മള് ഒരേ നമ്പറിനെ തന്നെ 3 വട്ടം ഗുണിക്കുമ്പോഴാണ് നമുക്ക് ക്യൂബിക് നമ്പേഴ്സ് കിട്ടുക. പിന്നെയുള്ളതാണ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് അറിയാമല്ലോ. അപ്പോ ഒരു നമ്പറിന് 1ഉം ആ നമ്പറും മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളതെങ്കിൽ നമുക്ക് അവരെ പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് വിളിക്കാം. 2, അതായത് 2ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 ഉണ്ട്, അതുപോലെ ആ നമ്പർ 2 ഉണ്ട്. ഒരേ ഒരു ഈവൻ ആയിട്ടുള്ള പ്രൈം നമ്പർ ആണ് 2. ഇനി നമ്മൾ 3 എടുത്തു. 3 എന്ന് പറയുമ്പോൾ അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 3 ഉണ്ട്, അതുപോലെ തന്നെ 1 ഉണ്ട്. അതായത് ആ നമ്പറും 1 മാത്രമായിരിക്കും ആ ഒരു പ്രൈം നമ്പറിന്റെ ഫാക്ടേഴ്സ്. അതേസമയം ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിളിന് 9 എടുക്കുകയാണ്. 9 എടുക്കുമ്പോൾ അതിന്റെ ഫാക്ടേഴ്സ് 9ഉം 1ഉം മാത്രമല്ലല്ലോ, 3ഉം അതിന്റെ ഒരു ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. അതായത് 1ഉം ആ നമ്പർ മാത്രമല്ല, കൂടാതെ 3ഉം ഒരു ഫാക്ടർ ആയിട്ട് വരുന്നു. അതായത് അതൊരു പ്രൈം നമ്പർ അല്ല, അതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ ഇതാണ് നമ്മൾ പ്രൈം നമ്പേഴ്സിൽ ഓർത്തിരിക്കേണ്ട കാര്യം. 1ഉം ആ നമ്പർ മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നു. അപ്പോ സാറ്റ് പേപ്പറാണ് പലപ്പോഴും കുട്ടികൾക്ക് പ്രയാസം വരാറ്. സാറ്റ് പേപ്പറിൽ ഈ പ്രൈം നമ്പറായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രൈം നമ്പർ ആദ്യത്തെ 25 എണ്ണം കണ്ടാൽ അത് പ്രൈം നമ്പർ ആണെന്ന് മക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. 32, 37, 47, 58, 71 dash. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാം. അടുത്ത നമ്പർ ഏതായിരിക്കും? 79. അതെങ്ങനെയാ കിട്ടിയത്? സാർ എങ്ങനെയാന്ന് വെച്ചാല് 32ന്റെ ഡിജിറ്റ് ഓഫ് സംസ് എന്ന് പറയുന്നത് 5 ആണ്. 3 + 2 5 ആണ് അല്ലേ? 5 32നോട് കൂട്ടിയാൽ അടുത്ത 37 കിട്ടും. ഓഹോ, അത് അടുത്ത നമ്പർ ആയി അല്ലേ? അതെ. പിന്നെ 37ന്റെ ഡിജിറ്റ് ഓഫ് സംസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പം 7ഉം 3ഉം കൂടി കൂട്ടിയാൽ 10 കിട്ടും അല്ലേ? അതെ. അപ്പൊ 47 കിട്ടും. അത് അടുത്ത നമ്പറിലേക്ക് പോയി. അടുത്തതോ? 4ഉം 7ഉം കൂട്ടിയാൽ 11 കിട്ടും. അത് 47 + 11 58. 58 ആണ്. ശരി. അടുത്തത് 58ന്റെ ഡിജിറ്റ് ഓഫ് സംസ് എന്ന് പറയുന്നത് 13 ആണ്. അത് കൂട്ടിയാൽ 71 കിട്ടും. ഓക്കെ. പിന്നെ 7ഉം 1ഉം കൂട്ടിയാൽ 8 കിട്ടും. അത് കൂട്ടിയാൽ 79 ആൻസർ ആയിട്ട് കിട്ടും. ഇതാണ് ഒരു വർഷം വന്ന ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്പർ സീരീസ് 4, 5 ടൈപ്പ് ചോദ്യങ്ങൾ വരും. അപ്പൊ അത് കൃത്യമായിട്ട് മക്കൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ സ്ക്വയർ നമ്പേഴ്സ് 1 to 40 ബൈ ഹാർട്ട് ആക്കുക. ആദ്യത്തെ 25 പ്രൈം നമ്പർ കാണാതെ പഠിക്കുക. പ്രൈം നമ്പർ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ഏതാനും കോമ്പോസിറ്റ് നമ്പേഴ്സ് നിങ്ങൾക്ക്, അതായത് ഭാജ്യസംഖ്യകൾ പഠിക്കാൻ പറ്റും.
ഈ ചെറിയ റെക്റ്റാങ്കിളിന്റെ ഞാൻ അവിടെ ഷെയ്ഡ് ചെയ്യണ്ട. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എത്രയായിരിക്കും? ഓർമ്മയുണ്ടോ നേരത്തെ തന്ന ഓപ്ഷൻ ഏതൊക്കെയാണെന്ന്? ഓർമ്മയുണ്ടോ പറയൂ എല്ലാവരും. ചതുരശ്ര സെന്റിമീറ്റർ ആണ് അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്ററിലാണ് ഈ ചോദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കണം ഈ ചെറിയ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഇതിന്റെ ഏരിയ എത്രയായിരിക്കുമെന്ന്. അതിന് നിങ്ങൾക്ക് ഇത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്, ഇവിടെ ഉള്ളതും തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കൂ. 2 ചോദ്യമാണ് ഞാൻ തന്നത്. ആ 2 ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക. ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യേണ്ടതില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ ഫോണിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി.